എന്റെ പെങ്ങന്മാരെ, സഹോദരിമാരെ, നിങ്ങളെങ്ങാനും വസ്ത്രത്തിൻ്റെതായ പൂർണ്ണതയില്ലാതെ കടന്നു വന്ന വസ്ത്രധാരണത്തിൽ പടച്ച തമ്പുരാൻ നിർദ്ദേശിച്ചതായ കാര്യങ്ങൾ സ്വീകരിക്കാതെ വരികയാണെങ്കിൽ, ശരീരം മറയ്ക്കാതെ നിങ്ങൾ കടന്നു വരാണെങ്കിൽ, അള്ളാന്റെ ഹബീബ് പറയുന്നതും ലോകാവസാനത്തിന്റെ അടയാളമാണ്. സിയാറത്ത് നല്ലത് തന്നെ, അള്ളാഹുന്റെ ഹബീബ് പ്രോത്സാഹനം നൽകിയത് തന്നെ. പക്ഷേ അതിലേക്ക് കടന്നു വരുമ്പോ എന്റെ സഹോദരിമാരെ, ശരീരം മറയ്ക്കാതെ നിങ്ങൾ വരികയാണെങ്കിൽ, ശരീരത്തിന്റെ പൂർണ്ണമായ മറ ഇല്ലാതെ വരികയാണെങ്കിൽ, തലമുടിയുടെ ഒരു രോമമെങ്ങാനും കാണുന്ന രീതിയിൽ കടന്നു വരികയാണെങ്കിൽ, അത് അള്ളാന്റെ ഹബീബ് പറയുന്നു, അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഒരുപാട് പുണ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ കബറിടത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, സിയാറത്ത് കൊണ്ട് പുണ്യങ്ങൾ നേടിക്കൊണ്ടാമെന്ന പ്രതീക്ഷയിലാണ് കടന്നു വരുന്നെങ്കിൽ, ശരീരം മറച്ചുകൊണ്ട് വന്നു പെങ്ങളെ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമയോട് ചോദിച്ചതാണ്, അല്ല ഫാത്തിമ, ഒരു പെണ്ണിന് ഏറ്റവും നല്ലത് എന്താണ് ഫാത്തിമ? അല്ല ഫാത്തിമ, ഒരു പെണ്ണിന് ഏറ്റവും നല്ലത് എന്താണ് ഫാത്തിമ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പുണ്യപ്രവാചകൻ ചോദിക്കുന്ന അവസരത്തില്, മഹദിയായ ഫാത്തിമ, നിങ്ങളെ എല്ലാമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ പൊന്നു വാപ്പാ, ഞാനൊരു അന്യപുരുഷനെ കാണാതിരിക്കലോ, അന്യപുരുഷൻ എന്നെ കാണാതിരിക്കലുമാണെന്ന് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ പ്രവാചകന്റെ പൊന്നുമോള് കരളിന്റെ കഷ്ണമാണെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കപ്പെട്ട, നാളെ സ്ത്രീകളുടെ നേതാവായി സ്വർഗത്തിലേക്ക് മാർച്ച് ചെയ്യുന്ന, സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു ചെല്ലുന്ന മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, ശരീരം മറച്ചുകൊണ്ട് നടന്നു പോകല, അന്യപുരുഷനെ അവള് കാണാതിരിക്കലോ, അന്യപുരുഷൻ അവളെ കാണാതിരിക്കലുമാണ് ഏറ്റവും ഉജ്ജ്വലമായതെന്ന്, ഒരു പെണ്ണിന് ഏറ്റവും ആവശ്യകത എന്ന മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. ബഹുദൈവ ആരാധനയിലേക്ക്, ക്ഷേത്രങ്ങളിലേക്ക്, മറ്റുള്ള മതസ്ഥരുടെ ആരാധനാലയങ്ങളിലേക്ക് ചെന്ന് കയറുക, തിങ്ങി നിരങ്ങുക, വസ്ത്രം പൂർണ്ണമായി മറയ്ക്കാതെ പോകുക, അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇത് നടക്കാത്ത കാര്യമാണോ? ഇത് നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യം, നടന്നുകൊണ്ടിരിക്കുന്ന ലോകം ഇത് അവസാനിക്കാറായി എന്നർത്ഥം. തൊട്ടടുത്ത പിന്നെ നമ്മൾ കാത്തിരിക്കുന്ന എന്താ? ദജ്ജാൽ വന്നില്ലല്ലോ, മഹദി ഇമാം വന്നില്ലല്ലോ, പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കാനുണ്ടല്ലോ, ദജ്ജാൽ വരാനുണ്ട്, മഹദി ഇമാം വരാനുണ്ട്. ഇതൊക്കെ വലിയ അടയാളങ്ങളാണ്. മഹദി ഇമാം വലിയ അടയാളത്തിന്റെയും ചെറിയ അടയാളത്തിന്റെയും ഇടയിൽ പരസ്പരം ബന്ധിക്കുന്ന ഒരു കണ്ണിയാണ്. മഹദി ഇമാം ചെറിയ അടയാളമല്ല, വലിയ അടയാളമല്ല, ഇതിനിടയിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് മഹാനായ ഇമാമുന മഹ്ദി റളിയല്ലാഹു തആല അൻഹു. മഹാനായ പ്രവാചകൻ പറഞ്ഞതാണ്, കൈഫ തഹ്ലികു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായം എങ്ങനെയാണ് നശിക്കുക? ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മുസ്ലിം സമുദായം എങ്ങനെയാണ് നശിപ്പിക്കുക? എത്ര ബോംബുകൾ ഇട്ടിരുന്നാലും ശരി, എത്ര പേരെ ജയിലിലേക്ക് അടച്ചിരുന്നാലും ശരി, എത്ര പേരെ ചെയ്യാത്ത കുറ്റത്തിന് പീഡിപ്പിച്ചിരുന്നാലും ശരി, കൊലപ്പെടുത്തിയിരുന്നാലും ശരി, ഈമാനിന്റെ പവർ കൊണ്ട് ജീവിച്ചു പോകുന്ന മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ ആശ്വാസകരമായി 14 മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറഞ്ഞു, കൈഫ തഹ്ലികു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായം എങ്ങനെ നശിക്കാനാണ്? അനാ അവ്വലുഹാ, ഈ സമുദായത്തിന്റെ തുടക്കക്കാരൻ ഞാനാണ്, ഈ സമുദായത്തിന്റെ തുടക്കക്കാരൻ ഞാനാണെന്ന് പ്രവാചകൻ ലോകത്തോട് പ്രഖ്യാപിച്ചുകൊണ്ട് പറയുന്നു, വൽ മഹ്ദി വസ്സുഹാ, ഈ സമുദായത്തിന്റെ ഇടയ്ക്ക് കടന്നു വരുന്ന സമുദായം ആരാണ് രക്ഷകനെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തില്, ആരുമില്ലല്ലോ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തില്, അതേ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സമുദായത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് സഹായത്തിന്റെ ഹസ്തങ്ങളുമായി കടന്നു വരുന്ന മഹദി ഇമാമിനെ കുറിച്ച് മഹാനായ പ്രവാചകൻ പറയുന്നു, വസ്തുഹാ, ഈ സമുദായത്തിന്റെ മധ്യഭാഗത്തിന്റെ കടിഞ്ഞാണ് മഹദി ഇമാമിനാട്. മഹാനായ റൂഹുല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ സമുദായത്തിന്റെ അവസാന ഭാഗത്താ. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല, നശിക്കൂലെന്ന് ആശ്വാസത്തിന്റെ തെളിനീര് മഹാനായ പ്രവാചകൻ നൽകുകയാണ്. എത്ര ബുദ്ധിമുട്ട് സഹിച്ചിരുന്നാലും വരാനുണ്ട് ആള് മഹദി ഇമാം വരാനുണ്ട്. നമ്മൾ നോക്കിയിരിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുകയാണ്, യഹൂദികളെ കൊല്ലുന്ന ഒരു കാലഘട്ടം വരുമല്ലോ. മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ യഹൂദികളുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു കാലഘട്ടം വരാതെ, അവരെ കൊന്ന് തരിപ്പണമാക്കുന്ന കാലഘട്ടം വരാതെ ലോകം അവസാനിക്കുകയില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാ സംഭവിക്കണേ?
എപ്പോഴാ സംഭവിക്കുന്നത്? ചെറിയ അടയാളത്തിലാണെങ്കിലും അത് സംഭവിക്കുക മഹാനായ ഇമാം മഹദി തങ്ങൾ വന്നതിന് ശേഷമാണ്. അത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവുമായി ബന്ധപ്പെട്ടതാണ്. യഹൂദികളെ എല്ലാവരും തകർന്ന് തെരിപ്പണമാക്കാൻ വേണ്ടി ഓടും. യഹൂദികൾ ഓടി ഒളിക്കും. യഹൂദികൾ കല്ലിന്റെയും വൃക്ഷത്തിന്റെയും പിറകിലേക്ക് ഓടി ഒളിക്കും. അവസാനം ഓടി ഒളിക്കുമ്പോൾ വൃക്ഷത്തിന്റെയും കല്ലിന്റെയും അടുക്കലേക്ക് ചെല്ലുമ്പോൾ മുസ്ലിമിനോട് പറയുമെന്നാണ്. കല്ല് പറയും, വൃക്ഷം പറയുമാണ്, യാ മുസ്ലിം വറാഇ യഹൂദി, എന്റെ പിന്നിൽ ഒരു യഹൂദിയുണ്ട്. വൃക്ഷം പറയുമെന്നാണ്, എന്റെ പിന്നിൽ യഹൂദിയുണ്ട്. കല്ല് പറയുമെന്നാണ്, എന്റെ പിന്നിൽ യഹൂദിയുണ്ട്. ഫഖ്തുൽ, അവനെ കൊന്നുകളഞ്ഞോ എന്ന് യഹൂദിയെ കൊല്ലുവാനായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഈ സമുദായത്തിനോട് കല്ലുകളും വൃക്ഷങ്ങളും വരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പറയുന്ന ഒരു കാലഘട്ടം വരാതെ ലോകാവസാനം ഉണ്ടാകുകയില്ല എന്ന് മഹാനായ വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഓർക്കദ് എന്ന് പറയുന്ന ഒരു വൃക്ഷം ഒഴിച്ച്, അത് നരകത്തിലെ ചെടിയാണ്. നമ്മൾ ഹദീസിനെ കുറിച്ച് പഠിക്കുന്നെങ്കിലും ശരി, പ്രവാചകന്റെ തിരുവചനങ്ങളും തിരുപ്രവചനങ്ങളും നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നെങ്കിലും ശരി, ലോകത്തെ ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനും വിശുദ്ധ പ്രവാചകന്റെ തിരു ഹദീസുകളും പഠനത്തിന് വിധേയമാക്കുന്ന വിഭാഗം യഹൂദന്മാരാ. അവര് പഠിച്ചു മനസ്സിലാക്കിയിട്ട് അവര് പറഞ്ഞു എന്തായാലും സംഭവിക്കും, അതുകൊണ്ട് ഉറക്കത് നമ്മൾ നട്ടു വളർത്തുകയാണ്. ഉറക്കതെന്താ? ഞങ്ങൾ നട്ട് വളർത്തുകയാണ്, ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി. അവർക്കറിയാതെ സംഭവിക്കും. പക്ഷെ ഇത് എപ്പോഴാണ്? സമീപഭാവിയിൽ ആകാം, പ്രതീക്ഷിക്കാം. മഹദി ഇമാമിന്റെ വരവോടുകൂടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. മഹദി ഇമാം ഒന്നുണ്ടല്ലോ, ഇനി ഉണ്ടല്ലോ ഒരുപാട് കാലം ലോകം അവസാനിക്കാൻ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തിന്നും കുടിച്ചൊക്കെ പോയാൽ മാത്രം മതി എന്ന് ധാരണ അങ്ങ് പിഴുതെറിയേണ്ട സമയം കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാരണമായി ലോകാവസാനത്തിന് ഇങ്ങോട്ട് പിടിച്ചു വലിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങ് വരിക, നമ്മളെ പ്രവർത്തന കാരണമായി നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുകയാണ്. ലോകം അവസാനിക്കട്ടെ. വീണ്ടും മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പ്രവാചകൻ പറയുന്നു, മുസ്ലിമീങ്ങളുടെ ജീവിതം ആർഭാടമാകും. എന്താ? മുസ്ലിമിന്റെ ജീവിതം ആർഭാടമാകുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ആർഭാടത്തിന് എന്താ കുറവ്? ആർഭാടത്തിന്റെ കാരണമായി കസുറത്ത് ത്വലാഖ്, ലോകാവസാനത്തിന്റെ അടയാളമാണ് ത്വലാഖ് അധികരിക്കൽ. ലോകാവസാനത്തിന്റെ അടയാളമാണ് കസുറത്ത് ത്വലാഖ്, ത്വലാഖ് അധികരിക്കൽ. നിസാരമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾക്ക് മനോഭാവമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇതാണ് ഒന്ന് പരിശോധിച്ച് നോക്കി. എല്ലാ മഹല്ലുകൾ ഇത് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കും. ത്വലാഖ് എന്ന വലിയൊരു പ്രശ്നം. എത്ര ഉപദേശിച്ചാലും ശരിയാകുന്നില്ല, എത്ര കൗൺസിലിംഗ് കൊടുത്തിട്ടും ശരിയാകുന്നില്ല, ഒക്കെ വേറെ വിരിഞ്ഞു പോകുകയാണ്. അല്ലാഹു തആല നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് റാഹത്തും സന്തോഷവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു തആല ഒത്തുണക്കവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന് നിക്കാഹിന് സ്ഥാനം 3-2 പൂർത്തീകരിക്കേണ്ടതാണ്. ഏറ്റവും ലഘുവായ കാര്യത്തിന് ഇത്രയും അധികം ആർഭാടത്തോടു കൂടി നടത്തുന്ന ഒരു കാലഘട്ടം ലോകാവസാനം തന്നെയാണ്. ഗാനമേള, പാട്ട് കേൾക്കാതെ, ഇല്ലേ, ഐഡിയ സ്റ്റാർ സിംഗറും ഇന്ത്യൻ വോയിസ് ഒന്നും കിട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. നമുക്ക് രസം അവിടെയാണ്. മഞ്ജല സൈലൽ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളിലേക്ക് ഗാനമേള കേൾക്കാനായി പോയിരുന്നാലും, ഗാനമേളയുള്ള കല്യാണത്തിൽ പങ്കെടുക്കാനായി ചെന്നിരുന്നാലോ, FM റേഡിയോയിലൂടെ കേൾക്കുന്ന പാട്ടുകൾ സുഖത്തോടു കൂടി കേട്ടിരുന്നാലോ, ആൽബം സീഡികൾ വാങ്ങിച്ചുകൊണ്ട് ഒരുപാട് ഗാനങ്ങൾ കേട്ടിരുന്നാലോ, പടച്ച തമ്പുരാന്റെ ഹബീബ് പറയുന്നത് എന്താ? മഞ്ജല സൈലൽ ഖൈറാത്ത്. ആരെങ്കിലും ഗാനമേള കേൾക്കുവാൻ വേണ്ടി ചെന്നിരുന്ന, ഐഡിയ സ്റ്റാർ സിംഗർ ഒന്ന് കേൾക്കാൻ വേണ്ടി ചെന്നിരുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിലുള്ള പാട്ടുകളൊന്ന് കേൾക്കാൻ വേണ്ടി ചെന്നിരുന്ന, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന സുബ്ബഫി ഉദ്നൈഹി, അവന്റെ ഇരുചെവികളിലേക്കും പടച്ച തമ്പുരാൻ ഈയം ഒരുക്കി ഒഴുക്കുന്നതാണ്. മഹാനായ പ്രവാചകൻ പറയുന്നു, അത്രത്തോളം കഠിനകഠോരമാകുന്ന ശിക്ഷയാണ് നാളെ പരലോകത്ത് പടച്ച തമ്പുരാൻ മാറ്റിവെച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, സംഗീതവുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ. പടച്ച തമ്പുരാന്റെ ഹബീബ് പറയുന്നു, വത്തഖുദുൽ മആസിഫ് വൽ ഖൈറാത്ത്,
എന്റെ സമുദായം ഗാനമേളകളെയും ഗാനങ്ങളെയും വാദ്യോപകരണങ്ങളെയും സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ചെണ്ട കൊട്ടാനും മുസ്ലിമാട്, ഗാനമേള ആലപിക്കാനും മുസ്ലിമാട്, പിയാനോ വായിക്കാനും മുസ്ലിമാട്, നൃത്തം ചെയ്യാനും മുസ്ലിമാട്, ഡാൻസ് കളിക്കാനും മുസ്ലിമാട്. നമ്മളെ മക്കൾക്ക് വേണ്ടി യുവജനോത്സവത്തിലേക്ക് ചെന്നുകൊണ്ട് കഥകളിക്കും മോഹിനിയാട്ടത്തിനും അതുപോലെ കുച്ചിപ്പുടിക്കും വേണ്ടി പരിശീലനം കൊടുക്കുമ്പോ 14 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന പാട്ട് പാടുന്ന പെണ്ണുങ്ങൾ അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ, ഗാനമേള അധികരിക്കുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ എന്റെ സമുദായം അതിനെ മാറോട് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അത് ഹലാലാണെന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കാൻ തയ്യാറാകുകയാണെങ്കിൽ പ്രവാചകൻ പറയുന്ന അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്, അത് പ്രപഞ്ചത്തിന്റെ അവസാനമാണ്. പിശാചിന്റെ ഗാനമാണ്, താളമാണ് വരുന്നത്, പിശാചിന്റെ സംഗീതമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് അവന്റെ ഈമാനിന് കുറവ് വരുന്നതാണ്, അവന്റെ ഈമാനിന് ലെവലേശം കുറവ് വരുന്നതാണ്, അവന്റെ വിശ്വാസം കുറയുന്നതാണ്, അവൻ മുനാഫിക്കായി മാറുന്നതാണ്, അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതാണെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ, മക്കളെ അതാ പാട്ട് പഠിക്കാൻ കൊണ്ടാക്കുന്ന അവസരത്തില്, നൃത്തം പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കുന്ന അവസരത്തില് 5-ാമത്തെ വയസ്സിൽ മദ്രസയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഇല്ല. വിദൂരങ്ങളിൽ നൃത്തം പഠിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന രക്ഷകർത്താക്കളാണുള്ളത്. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് വരുന്ന അവസരത്തിൽ മഹാനായ പ്രവാചകൻ പറയുന്ന മക്കളുടെ മനസ്സിൽ ഈമാനില്ല, അവര് മുനാഫിക്കീങ്ങളായി മാറുന്നതാണ്. മുനാഫിക്കിന്റെ സ്ഥാനം എവിടെയാ? ഇന്നൽ മുനാഫിക്കീന ഫി ദർകിൽ അസ്ഫലി, മുനാഫിക്കിന് നരകത്തിന്റെ ഏറ്റവും താഴ്ന്ന തട്ടിലാണ്, ഏറ്റവും താഴ്ന്ന തട്ടിലാണ് മുനാഫിക്കെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പടച്ച തമ്പുരാന്റെ ഹബീബിന് ഒരുപാട് ദേഷ്യമെന്ന വിഭാഗമാണ് മുനാഫിക്കീങ്ങള്. അതുകൊണ്ട് മുനാഫിക്കീങ്ങളായി മക്കൾ മാറുമെന്ന് വിശുദ്ധ പ്രവാചക മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുസ്ലിം സഹോദരന്മാർ സഹോദരിമാർ മക്കളെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആർഭാടരഹിതമായ രീതിയിൽ ഗാനമേളകളൊന്നും ഇല്ലാതെ അടിച്ചു പൊളിക്കാതെ നല്ല രീതിയിൽ നടത്തിയാൽ കസറത്ത് തൊലാഖൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും, തൊലാഖിന്റെ എണ്ണമൊക്കെ ഒന്ന് മാറിക്കിട്ടും, ഇത് കുറവാകും. അവിടെ മലക്കുകളുടെ ആഗമനമില്ല, പ്രാർത്ഥനയ്ക്ക് മലക്കുകളിലെ ആമീനില്ല, മലക്കുകൾ ഒരുമിച്ച് കൂടിയിരുന്ന ദുആയിൽ പങ്കെടുക്കലില്ല. അത്രത്തോളം ഹറാമിയത്ത് ഇടകലർന്ന രീതിയിൽ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കൂടെ ഇടകലർന്ന് ആഹാരം കഴിക്കുന്ന ടേബിളിൽ വരെ, ഇങ്ങനെ ആഹാരം കഴിക്കുന്ന ടേബിളിൽ വരെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് അന്യ പെണ്ണും അന്യ പുരുഷനും കൂടി ഇരുന്നു കൊണ്ട് ആഹാരം കഴിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് മാറിയിരിക്കും. പണ്ട് കാലങ്ങളിൽ ആദ്യ പുരുഷന്മാർക്ക് അവസരം കൊടുക്കും, അവര് തീർന്നതിന് ശേഷം സ്ത്രീകൾക്ക് അവസരം കൊടുക്കുമായിരുന്നു. ഇപ്പൊ നമ്മളെ സ്ത്രീകൾക്ക് ക്ഷമിക്കാനുള്ള പവറൊന്നും ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആദ്യം കാക്കമാര് ചെന്ന് തുറക്കുന്നതിന് മുമ്പ് താത്തമാർ അതിനെ കൂടെ കയറിക്കോളും. അവസാനം കാക്കമാര് ചെന്നെത്തുമ്പോൾ സീറ്റൊക്കെ ഫുള്ളായി ഇടയ്ക്കിടയ്ക്ക് ഒഴിഞ്ഞിടപ്പുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ വീട്ടിന്റെ അയൽവാസിയല്ലേ എന്നൊരു ബിസ്മില്ല അലാമില്ല റസൂലില്ല എന്ന് അവിടെ അങ്ങിരിക്കും. ഒരു പരിചയമില്ലെങ്കിൽ അങ്ങിരിക്കും. പിന്നെ സംസാരമായി. കൂട്ടത്തിൽ മൊബൈൽ നമ്പർ എത്രയാ, അപ്പോൾ കുഴപ്പമില്ല, മൊബൈൽ നമ്പർ നമ്മൾ അടുത്ത ആളല്ലെന്ന് പറഞ്ഞാൽ കൊടുക്കും. ആദ്യം ഒരു വിളി, പിന്നെ ഒരു മിസ് കോള്, പിന്നെ മിസ് കോള് കൂടും, പിന്നെ ചെറിയ സംസാരമായി. താത്താര ഭർത്താവ് ഗൾഫിലാണ്, പിന്നെ വീട്ടുകാര്യങ്ങളായി. കാര്യങ്ങളൊക്കെ കൂടി വന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് ഭർത്താവ് നാട്ടിൽ വരുമ്പോ ഭാര്യയില്ല. എന്റെ സമുദായം അഹങ്കാരത്തോടു കൂടി ലോകത്ത് നടക്കുകയാണെങ്കിൽ, എന്റെ സമുദായത്തിന് അഹന്ത കടന്നു വരികയാണെങ്കിൽ, റോമിലുള്ള യൂറോപ്പിലുള്ള അമേരിക്കയിലുള്ളതായ ജോലിക്കാർ വന്നുകൊണ്ട് സൗദിയിലേക്ക് പണിയെടുക്കാൻ വന്നു കഴിഞ്ഞാൽ, അവരുടെ ഫാക്ടറികൾ അമേരിക്കയിൽ വന്നുള്ള ആൾക്കാർ വന്നുകൊണ്ട് ജോലി സ്ഥാപനങ്ങൾ സൗദി അറേബ്യയിൽ തുടങ്ങുന്ന ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ, അവർക്കുള്ള ഖിദ്മത്തിന് വേണ്ടി അമേരിക്കക്കാര് കടന്നു വന്ന, റോമാ സാമ്രാജ്യത്തിലുള്ള ആൾക്കാർ കടന്നു വന്ന, യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനങ്ങൾ സൗദി അറേബ്യയിലേക്ക് കടന്നു വന്ന, അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ. സൗദിയുടെ ചെരുപ്പ് നക്കാനായിട്ടതാ അമേരിക്കക്കാരന്റെ ജോലിക്കാര് വരികയാണ്, റോമിന്റെ ജോലിക്കാര് വരികയാണ്. അങ്ങനെ നല്ലവർക്ക് സ്ഥാനമില്ല, നല്ലവരെ അവമതിച്ചുകൊണ്ട് ഏറ്റവും തിന്മകളാകുന്ന ജനങ്ങളതാ സ്ഥാനത്തിലേക്ക് കടന്നു വരുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ.
അങ്ങനെ അഹന്ത നടിക്കാനായിട്ട് കാണാൻ യൂറോപ്പിലെ കാഴ്ചയിൽ വന്നിരിക്കണേ, പിടിച്ച് വലിച്ചോണ്ട് പോകാനാ വന്നിരിക്കണേ. അതൊക്കെ അങ്ങനെ വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. പ്രവാചകൻ പറയുന്നു, വസ്തഅലുൽ ബിനാ, ഈ സമുദായം ഏറ്റവും വലിയ മണിമാളികൾ പണിതു കഴിഞ്ഞാൽ, സുന്ദരമാകുന്ന ഭവനങ്ങൾ വെക്കാൻ തുടങ്ങിയാൽ, മണിസൗധങ്ങൾ വെക്കാൻ തുടങ്ങിയാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ. തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് വരെയുള്ള 633 കിലോമീറ്റർ ഒന്ന് സഞ്ചരിച്ചു നോക്കിയേ. കൂറ്റം മണിമാളികൾ ആർക്ക് വേണ്ടിയാ? തിരുവനന്തപുരം ജില്ലയിൽ 6 കോടി രൂപ വില വരുന്ന വീട് ആർക്കുള്ളതാ? എറണാകുളം ജില്ലയിലെ 13 കോടി വില വരുന്ന വീട് ആർക്കുള്ളതാ? കാസർഗോഡ് വരുന്ന വില കൂടിയതായ ഭവനമാർക്കുമുള്ളതാ? ഈ ഉമ്മത്തിൽപ്പെട്ട് ജനിച്ചതായ മുസ്ലിമുള്ളതാണെന്ന് ലേഖനങ്ങളും മാസികളും നമ്മളോട് പഠിപ്പിക്കുമ്പോ നൂറ്റാണ്ട് 14 മഹാനായ പ്രവാചകൻ ലോകത്തോട് വിളംബരം ചെയ്തെന്താ? ലോകം അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ സമുദായം കൂറ്റൻ മണിമാളികൾ പണിയുന്നതാണ്, കൂറ്റൻ സൗധങ്ങൾ പണിയുന്നതാണ്, കൊട്ടാര സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതാണ്. അങ്ങനെ നിർമ്മിക്കുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഒരാൾക്ക് തന്നെ 3-4 വീടുകൾ ഉണ്ടാകുമെങ്കിൽ, ഒരാൾക്ക് തന്നെ 3-4 കാറുകൾ ഉണ്ടാകുമെങ്കിൽ, അള്ളാന്റെ ഹബീബ് പറയുകയാണ്, തഖൂനു ഇബ്നുൽ ലിശയാത്തി വബയൂതുൽ ലിശയാത്തി. എന്റെ സമുദായത്തിൽപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി 3-4 വീടുകൾ ഉണ്ടായിട്ട് പാവപ്പെട്ടവന് കൊടുക്കാതെ അത് ഒഴിച്ചിടുകയാണെങ്കിൽ ആ വീട്ടിൽ പാർക്കുന്നത് പിശാചുകളാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. അനേക വാഹനങ്ങൾ ഉണ്ടായിട്ടും വീട്ടിലേക്ക് കുന്നുകൂടുകയാണെങ്കിൽ ആ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്, ആ വാഹനങ്ങൾ കിടന്നുറങ്ങുന്നത്, ആ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പിശാചുകളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആരെ കുറിച്ചാണ് പറയുന്നത്? 3 നേരം ആഹാരം കഴിക്കാനില്ലാതെ ഒട്ടിയ വയറുമായ ഖന്തക്കിന്റെ കിടങ്ങിലേക്ക് പോയ കൂറ്റം പാറയെ പൊട്ടിക്കാൻ സാധിക്കാതെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് സ്വഹാബത്ത് പറഞ്ഞതാണ്, യാ റസൂലല്ലാഹ്, ആഴ്ചകളായി നബിയെ വയറു നിറയെ ആഹാരം കഴിച്ചിട്ട് ഒന്നുമില്ല പ്രവാചകരെ, ഈ കൂറ്റം പാറയെ തല്ലിപ്പൊട്ടിക്കാൻ സാധ്യമല്ല നബിയേ. ഞങ്ങളെല്ലാവരും അടിവയറ്റത്തിൽ ഒരു കല്ല് കെട്ടി വെച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് ലോകത്തിന്റെ ഗുരു പറഞ്ഞതെന്താ? അല്ലയോ സഹാബത്തേ, നിങ്ങളെല്ലാവരും ഒരു കല്ല് കെട്ടി വെച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാന്റെ ഹബീബായ ഞാനുണ്ടല്ലോ, ശറഫാക്കപ്പെട്ടതായ തിരുവസ്ത്രം അങ്ങോട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, എന്റെ ആഭാസ്യത്തിനെ നിലനിർത്താ 2 കല്ലാട് വെച്ച് കെട്ടിയിരിക്കുന്നത്. വീട്ടിലേക്ക് കടന്നു വരുന്ന പ്രവാചകൻ ആയിഷയോട് ചോദിക്കും, അല്ല ആയിഷ, എന്താണെന്ന് വീട്ടിലുള്ളത് ആയിഷ? എന്താണ് വീട്ടിലുള്ള ആയിഷ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ആയിഷ എന്ന് ചോദിക്കുമ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ വീട് മുഴുവൻ പരിശോധിച്ചിട്ട് അവസാനം പറയുന്നത് എന്താ? അല്ല നബിയേ, വീട്ടിൽ ബർക്കത്തുണ്ട് നബിയേ, വീട്ടിൽ ബർക്കത്തുണ്ട് നബിയേ. അള്ളാന്റെ ഹബീബിന് കാര്യം പിടികിട്ടി. പ്രവാചകൻ ആയിഷയോട് പറഞ്ഞു, അല്ല ആയിഷ, ഇന്ന് ഞാൻ നോമ്പുകാരനാണ് ആയിഷ, ഞാൻ നോമ്പുകാരനാണ് ആയിഷ. ഈ പ്രവാചകന്റെ ചാരത്തേക്കാട് മഹദി ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ കിട്ടിയ ഒരു റൊട്ടിയുമായി പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട്, അല്ല ഉപ്പ, ഒറ്റയ്ക്ക് കഴിക്കാൻ എനിക്ക് മോഹമില്ല, ഒറ്റയ്ക്ക് കഴിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല ഉപ്പ. അതുകൊണ്ടാണ് കിട്ടിയ റൊട്ടി ആഴ്ചകളായ ആഹാരം കഴിച്ചിട്ടാണെങ്കിൽ എന്റെ വാപ്പച്ചിക്ക് തരാതെ ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത്? അതുകൊണ്ട് ഈ റൊട്ടി വാങ്ങി ഒന്ന് കഴിക്കണം ഉപ്പ. അള്ളാന്റെ ഹബീബ് വാങ്ങിച്ചുകൊണ്ട് ചുണ്ടിലേക്ക് വെച്ചുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞതെന്താ? അല്ല ഫാത്തിമ, കഴിഞ്ഞ 3 ദിവസമായി നിന്റെ ഉപ്പാന്റെ ഉദരത്തിലേക്ക് പോകുന്ന കട്ടിയുള്ള ആഹാരമാണ് ഇതെന്ന് ഫാത്തിമയോട് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ ചോർന്നിരിക്കുന്ന വീടിന്റെ ഉടമസ്ഥനായ ഈ തൊപ്പന തടിയോട് ചാരിയിരുന്ന പ്രവാചകന്റെ ഉമ്മത്തികള് അവസാന കാലഘട്ടം എത്തുമ്പോ ഗൾഫിലേക്ക് പറന്നുപോയിട്ട് കിട്ടിയതായ പണം വാങ്ങിച്ചുകൊണ്ട് നാട്ടിലേക്ക് വന്ന് അത് ഭൂമിയിലേക്ക് കുഴിച്ചിടുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുസ്ലിമിന്റെ ജീവിതം ആർഭാടമായാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല, സമയമില്ലാത്തത് കൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കുന്നില്ല. വീണ്ടും പ്രവാചകൻ തഖത്തഅത്തിൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ താറുമാറാകുക. ഉമ്മയെ സ്നേഹിക്കാൻ ആളില്ല, വാപ്പയെ സ്നേഹിക്കാൻ ആളില്ല, രക്ഷിക്കാൻ ആളില്ല. 80 വയസ്സുകാരിയാവുന്ന അമ്മണിയമ്മയ്ക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ടായിട്ട് എന്താ കാര്യം? അവര് കിടന്നുറങ്ങുന്നത് ചൈപ്പയിലാണ്, കന്നുകാലി തൊഴുത്തില. ദിവസങ്ങളായി ആഹാരമില്ലാതെ കിടക്കുകയാണ്. മലമൂത്ര വിസർജനം നടത്തിയിട്ടും അതൊന്ന് ശുദ്ധിയാക്കാൻ പോലും താൻ ജന്മം കൊടുത്തതിനും മകൻ തയ്യാറാകുന്നില്ല. ആ രീതിയിലുള്ള കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കാനും ആദരിക്കാനും കുടുംബ ബന്ധങ്ങൾ നിലനിർത്താനും ആരുമില്ലാതാകുന്ന ഒരു കാലഘട്ടത്തിൽ ബന്ധങ്ങൾ താറമാറാകുമ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് ഒരു വിലയില്ലാതാകുന്ന ഒരു കാലഘട്ടം എന്ന അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ലോകാവസാനത്തിന്റെ മർമ്മപ്രധാനമായ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് ജാരസന്തതികൾ അധികരിക്കുക, വ്യഭിചാരം അധികരിക്കുക, ജാരസന്തതികൾ അധികരിക്കുക എന്ന് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എപ്പോഴാണ് ദജ്ജാൽ വരിക? എപ്പോഴാണ് ദജ്ജാൽ വരിക? ഇദാ കസറൽ ഖബസു, തിന്മകൾ അധികരിച്ചാൽ ദജ്ജാൽ വരുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഏതാ തിന്മ? ജാരസന്തതികൾ എന്ന് മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും കൊടുക്കുന്ന ജാരസന്തതികൾ അധികരിക്കുമ്പോൾ ലോകത്ത് ദജ്ജാൽ കടന്നു വരുന്നതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 3-4 മക്കളെ കൊണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. ഇന്ന് നമ്മുടെ സമുദായത്തിന്റെ ഇടയിലും ഒളിച്ചോട്ടമാകുന്ന പ്രവണത അധികരിച്ചു വന്നപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവരുമ്പോൾ അതിൽ ജനിച്ച ആദ്യത്തെ കുഞ്ഞ് ജാരസന്തതിയാണ്. ഈ കുഞ്ഞിനെയാണ് പിന്നെ വിവാഹത്തിന്റെ വേളയിൽ വലിയായിട്ട് ഈ പുരുഷൻ ഇരിക്കുന്നത്. വാപ്പ എന്ന പേരും പറഞ്ഞ് ഈ പുരുഷനാണ് ഇരിക്കുന്ന, കെട്ടിച്ചെടുക്കുന്ന, നിക്കാഹ് ശരിയാവൂല. ആ കുട്ടിയിലൂടെ ജന്മം കൊള്ളുന്ന എല്ലാ കുട്ടികളും ജാരസന്തതികളായി. ജാരസന്തതി അധികരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം. ഭാര്യയോട് ഭർത്താവ് ഹജ്ജിന് പോകാവുന്ന നേരത്ത് ഭാര്യയോട് ഭർത്താവ് പൊരുത്തം ചോദിക്കുന്നു, ഭാര്യയും പരസ്പരം പൊരുത്തം ചോദിക്കുകയാണ്. കേരളത്തിന്റെ ഒരു ജില്ലയിൽ നടന്നത്, ഏത് ജില്ലയൊന്നും പറയുന്നില്ല, ഒരു ജില്ലയിൽ നടന്നതാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം ഹജ്ജിന് പോകാനുള്ള വേളയിൽ പൊരുത്തം ചോദിക്കുന്ന അവസരത്തിൽ ഭാര്യ പൊട്ടി കരയുന്നു. മറുപടിയൊന്നുമില്ല, ഒന്നും പറയാൻ സാധിക്കുന്നില്ല. 35 കൊല്ലം ഗൾഫിൽ നിന്നതാണ്. 3 പെമ്മക്കളുണ്ടായി. 3 പെമ്മക്കളെയും കെട്ടിച്ചയച്ചു. എന്നിട്ട് ആ ഭർത്താവിനോട് ഭാര്യ പൊട്ടി കരയുന്ന അവസരത്തിൽ ഭാര്യ ചോദിച്ചു, എന്തിനാണ് നീ പൊട്ടി കരയുന്നത്? ഇത്ര സങ്കടം എന്താ? ഞാൻ ഹജ്ജിനല്ലേ പോകുന്നത്, തിരിച്ചു മടങ്ങി വരുമല്ലോ, അല്ലാഹു തആല ആയുസ് നൽകുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ഭാര്യ സങ്കടം നിർത്തുന്നില്ല. അവസാനം ഭർത്താവിന്റെ കാലിലേക്കൊന്ന് വീണുകൊണ്ട് ആ ഭാര്യ പറഞ്ഞത്, അല്ല ഭർത്താവേ, താങ്കൾ നിക്കാഹ് ചെയ്ത് കൊടുത്ത 3 മക്കളും നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾ നിക്കാഹ് ചെയ്ത് കൊടുത്ത 3 മക്കളും നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾ അനുജന്റെ മക്കളാണ് എന്ന് സങ്കടത്തോടു കൂടി ആ ഭാര്യ പറഞ്ഞപ്പോൾ ആ 3 മക്കളെ നിക്കാഹ് ശരിയായോ? അതിലൂടെ പരമ്പര വരുന്നത് എങ്ങനത്തെ കുട്ടികളായിരിക്കും? പ്രവാചകൻ പറഞ്ഞു, ജാരസന്തതികൾ അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ അവിടെയാണ് ദജ്ജാൽ വരിക. അമേരിക്കൻ ഡോളർ ഒന്ന് പരിശോധിച്ചു നോക്കിയേ. അമേരിക്കൻ ഡോളർ ഒന്ന് പരിശോധിക്കുന്ന അവസരത്തിൽ ആ ഡോളറിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ്? ഡോളർ ഒരു പിരമിഡിന്റെ ചിഹ്നവും അതുപോലെ തന്നെ ഒരു ഒറ്റക്കണ്ണന്റെ അടയാളവും. ഒറ്റക്കണ്ണും കാണും, ഒരു പിരമിഡും കാണും. ഒറ്റക്കണ്ണ് ദജ്ജാലാണ്. അമേരിക്കയിലെ ഡോളറുള്ള ചിഹ്നമാണ് ഒറ്റക്കണ്ണ്. ദജ്ജാൽ ഒറ്റക്കണ്ണുള്ളവരാണ് നാം പഠിക്കുന്ന. ആ ഒറ്റക്കണ്ണ് അതിന്റെ താഴ്ഭാഗത്തായിട്ടുള്ളത് എന്താണ്? പിരമിഡ് എന്ന് പറഞ്ഞാൽ ഈജിപ്തുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കക്ക് ഈജിപ്തുമായിട്ട് എന്താ ബന്ധം? ബറാക് ഒബാമയ്ക്ക് തോമസ് മുർസിയായിട്ടുള്ള അടുപ്പമൊന്നുമില്ല. പിന്നെ എന്താണ് ഈ ഒരു ബന്ധമുണ്ടായിരിക്കുന്നത്? അതാണ് ബന്ധം എന്ന് പറഞ്ഞാൽ ഫറോവുമായിട്ടുള്ള ബന്ധമാണ്. എന്തു ബന്ധം? ഫറോവയാണ് ലോകത്ത് ആദ്യമായിട്ട് സമുദ്രത്തിലെ ജലാശയത്തിൽ 40ഓളം ദിവസം വരുന്ന വ്യഭിചാരശാല ഉണ്ടാക്കിയത്.
ഫിർഔനാണ് ലോകത്ത് ആദ്യമായിട്ട് സമുദ്രത്തിൽ ജലാശയത്തിൽ 40 ദിവസം നീണ്ടു നിൽക്കുന്നതായ വ്യഭിചാരശാല ഉണ്ടാക്കിയത്. ആ വ്യഭിചാരശാലയുടെ സംസ്കാരമാണ് അമേരിക്കയ്ക്ക് വേണ്ടത്. അങ്ങനെ ആ സംസ്കാരം ഉണ്ടാക്കി ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂറും ആഭാസകരമാകുന്ന ചിത്രങ്ങൾ കാണിക്കുന്നതായ ഒരു ടെലിവിഷൻ ചാനൽ ഉണ്ടാക്കുക, അതിലൂടെ അരാജകത്വം ഉണ്ടാക്കുക, ലൈംഗിക അരാജകത്വം ഉണ്ടായിട്ട് അതിലൂടെ ജാരസന്തതികൾ ഉണ്ടാക്കുക. ജാരസന്തതികൾ അധികരിക്കുമ്പോൾ ദജ്ജാൽ വരിക. ജാരസന്തതി അധികരിക്കുമ്പോൾ ദജ്ജാൽ വരിക. അത് ആര് പ്രതീക്ഷിക്കുന്നു? അമേരിക്കയും പ്രതീക്ഷിക്കുന്നു, അതുപോലെ തന്നെ ഇസ്രായേലും പ്രതീക്ഷിക്കുന്നു. ഇസ്രായേലിന്റേതായ ഒരു പെണ്ണ് പറഞ്ഞതാണ്. ആ പെണ്ണ് ദജ്ജാലുമായി ബന്ധപ്പെട്ട് ലോകത്തോട് പറഞ്ഞ ജോലിദ മിയർ എന്ന ജൂത വനിത ഈ അടുത്ത സമയത്ത് ലോകത്തോട് പറഞ്ഞതാണ്, ഇന്നൽ ഖുദ്സ് ആസിമത്തുൻ അബദിയത്തുൻ ലനാ വലൻ തതനാസല അൻഹാ വലോ ബിദിമാഇനാ ഹത്താ യഅതിയ അമീറുസ് സലാം. ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസിനെ വിട്ടുകൊടുക്കൂല, ഖുദ്സിനെ വിട്ടുകൊടുക്കൂല. ഖുദ്സിനെ വിട്ടുകൊടുക്കാതെ ഞങ്ങൾ ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അതിനെ പിടിച്ചു നിർത്തും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഹത്താ യഅതിയ അമീറുസ് സലാം, ഞങ്ങളുടെ രക്ഷാധികാരിയാകുന്ന ദജ്ജാൽ വരാനുണ്ട്. ഞങ്ങളെ രക്ഷാധികാരിയാവുന്ന ദജ്ജാൽ വരാനുണ്ട്. ആ ദജ്ജാൽ വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് സമാധാനം, ഞങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ പറ്റുക എന്ന രീതിയിൽ ആ ജൂത വനിത ലോകത്തോട് പറഞ്ഞെങ്കിലും വിഷമിക്കേണ്ട സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ലോകത്ത് അതേ വ്യഭിചാരമാകുന്ന സന്തതികൾ അധികരിച്ച എത്രത്തോളം ഇന്നർ റജുല ലയഗ്ശൽ മർഅത അലാ ഖാരിയത്തി ത്വരീഖ് അദാ ഫയഖൂലു അംസലും ഫിദാലിക സമാൻ ലൗ റോഡുകളിലും ബസ്സുകളിലും കാറുകളിലും വിനോദ പാർക്കുകളിലും അതുപോലെ തന്നെ ക്യാമ്പസുകളിലുമായിട്ട് മരങ്ങളിൽ ചുറ്റിപ്രേമത്തോടുകൂടി വ്യഭിചാരത്തോട് ബന്ധപ്പെടുന്ന അവസരത്തിൽ അവരുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ഈമാനുള്ളൊരു മനുഷ്യനോട് പറഞ്ഞാൽ ഇവിടെ നിന്ന് മാറിപ്പോകണമെന്ന് പറഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ ഈമാനുള്ള മനുഷ്യനെന്ന് അങ്ങനെയുള്ള ഒരു കാലഘട്ടം സംജാതമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ലോകം മുഴുവൻ ഒരു വ്യഭിചാരശാലയായിരിക്കുന്ന ഈ കാലഘട്ടത്തില് 14 നൂറ്റാണ്ടിന് പ്രവാചകൻ പറഞ്ഞത് എങ്ങനെയാ? അങ്ങനെ വ്യഭിചാരങ്ങളും ജാരസന്തതികളും അധികരിക്കുമ്പോ മഴ ഉണ്ടാകത്തില്ല, വരൾച്ച ബാധിക്കുന്നതാണ്. 44 നദികളുള്ള ഒരുപാട് പുഴകളും നദികളും ഉള്ളതായ ഈ മഹാ കേരളത്തിൻ്റെതായ അകത്തളത്തിൽ പോലും മഴയില്ലാതെ വരൾച്ച ബാധിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? തിന്മകൾ അധികരിക്കുമ്പോ, അരാജകത്വം അധികരിക്കുമ്പോ, മോശമാകുന്ന പ്രവണതകൾ അധികരിക്കുന്ന അവസരത്തില് മഴ ഇല്ലാതാകുന്നതാണ്. മഴയില്ല, സസ്യങ്ങളില്ല, ആഹാരങ്ങളില്ലാതെ മാറുന്നതാണ്. എന്തിനാണ് അമ്മത്തൊട്ടില് ജാരസന്തതിയായി ജനിക്കുന്ന കുഞ്ഞിനെ കൊണ്ടിടാനല്ലേ? എന്തിനാണ് അഭയകേന്ദ്രങ്ങള് ജാരസന്തതിയായി ജനിക്കുന്ന കുഞ്ഞിനെ കൊണ്ടിടാനല്ലേ? ബസ്സിനകത്ത് വെച്ച് അന്ന് റസി എന്ന പെൺകുട്ടി ജന്മം കൊടുത്ത കുഞ്ഞിനെ ബസ്സിനകത്ത് കളഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ വരുമ്പോ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്, അത് പ്രപഞ്ചത്തിന്റെ അടയാളമാണ്. അതുപോലെ പ്രവാചകൻ പറയുന്നു, ഭൂകമ്പങ്ങൾ അധികരിച്ച, ഭൂമി കുലുക്കങ്ങൾ അധികരിച്ച, ജപ്പാനിലുണ്ടാകുന്ന സുനാമിയാകട്ടെ, ഈ കേരളത്തിന്റെ ഇടുക്കിയുടെ മുല്ലപ്പെരിയാർ ഡാമിലുണ്ടാകുന്നതായ ചെറിയ ചെറിയ അനക്കങ്ങളാകട്ടെ, ഒരുപാട് ഭൂമി കുലുക്കങ്ങളും ഭൂമി ആഴ്ത്തലുകളും ഉണ്ടാകുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ചെറിയ അടയാളങ്ങളെ കൂട്ടത്തിൽ പ്രവാചകൻ അവസാനമായി പറഞ്ഞത്, ഇറാഖ് എന്ന രാജ്യത്തിലേക്ക് അതേ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉപരോധം വന്നു കഴിഞ്ഞാൽ, അമേരിക്കയുടെ നേതൃത്വത്തിൽ നിന്നും ഇറാഖിലേക്ക് ഉപരോധം വന്നു കഴിഞ്ഞാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ലോകം മുഴുവനും അക്രമത്തിലും അരാജകത്തിലും ഇരിക്കുമ്പോഴാണ്